നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് DWSകൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു TWS ഇത് ആദ്യമായിട്ട്. ഇത് ബോട്ടിന്റെ പ്രീമിയം ആയിട്ടുള്ള നിർവാന സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോട്ട് നിർവാന ക്രിസ്റ്റൽ. ക്രിസ്റ്റലിന്റെ സ്പെല്ലിംഗ് CRYSTL എന്നാണ് കേട്ടോ. ബോക്സ് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് എക്സ്ട്രാ ഇയർ ടിപ്സും ടൈപ്പ് സി കേബിളും ഡോക്യുമെന്റേഷനും കൂടാതെ അതിനകത്തുള്ള ഒരു TWS എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഇതിന്റെ സർക്യൂട്ട് വരെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈവൻ കേസിന്റെ ലെഫ്റ്റിലും റൈറ്റിലും മെറ്റാലിക് ആക്സൻസ് വരെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 3 LEDs കാണാൻ പറ്റും. ഇതിനകത്തുള്ള ബാറ്ററി എത്രയുണ്ട് എന്ന് കാണിക്കുന്ന ലെവലാണ്. ആൻഡ് ഇതിനകത്തുള്ള ബഡ്സ് നിങ്ങൾ കയ്യിലെടുത്തൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇന്റേണൽ സർക്യൂട്ട്സ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. മൊത്തത്തിൽ ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ ആക്കിയിട്ടുണ്ടെങ്കിലും ചെവിയിൽ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഡിവൈസ് ചെവിയിൽ വെക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിന്റെ ഫിറ്റ് അടിപൊളിയാണ്, കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ആൻഡ് തല ഇങ്ങനെ കുലുക്കുന്ന സമയത്തൊന്നും ചെവിയിൽ നിന്ന് ചാടി പോകുന്നൊന്നുമില്ല. ഈവൻ ചെവിക്കകത്ത് ഞാൻ വെച്ചപ്പോൾ തന്നെ ഒരു ചെറിയ ടോൺ കേട്ടു. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിനകത്ത് ഇൻ ഇയർ ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റുന്ന സെൻസറുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയർഫോൺ ഊരി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ആവുക, തിരിച്ച് ചെവിയിൽ എടുത്ത് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവുക പോലത്തെ പരിപാടികളെല്ലാം സീംലെസ്ലി ചെയ്യാം. സോ യെസ്, ഞാൻ പാട്ട് കേട്ട് നോക്കിയാൽ എനിക്ക് തോന്നിയ കാര്യം എന്താ അറിയോ, ഇതിന്റെ സൗണ്ട് ഇപ്പോൾ ടിപ്പിക്കലി നിങ്ങളൊരു ബോട്ടിന് ഇയർഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി മറ്റേ ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് ബേസ് കൂടിയ എൻഡിലാണ്. ആൻഡ് ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു ബേസ് അതേപോലെ കിട്ടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ മിഡ്സ് ആൻഡ് ട്രിബിൾസ് ഈക്വലി ബാലൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബേസ് മാത്രമായിട്ട് ഓവർ പവറിംഗ് ആയിട്ട് തോന്നാതെ ഒരു നല്ല ക്വാളിറ്റി സൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു തമ്പിങ് ബേസ് ഉള്ള അടിപൊളിയായിട്ടുള്ളൊരു സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ആഹാ ഇത് കൊള്ളാലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സൗണ്ടാണ് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇത് നിർവാണ അവരുടെ പ്രീമിയം സീരീസ് ആയതുകൊണ്ട് ഇത് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തേ പറ്റൂ. ആ ഒരു കാര്യം ഇവർ ഡെലിവർ ചെയ്യുന്നുണ്ട്. എന്നാലും ചില ആൾക്കാർക്ക് ബേസ് ഇഷ്ടമായിരിക്കാം, ചില ആൾക്കാർക്ക് ട്രിബിൾ ഇഷ്ടമായിരിക്കാം, ചില ആൾക്കാർക്ക് മിഡ്സ് കൂടുതൽ ഇഷ്ടമായിരിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് സുഖമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട EQ സെറ്റ് ചെയ്യാം. ആൻഡ് ഈവൻ ഇതിനകത്ത് ബോട്ടിൻ്റെ അഡാപ്റ്റീവ് EQ ഉണ്ട്, മിമി പവർ ചെയ്യുന്ന, അതും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ഇതിൻ്റെ ടോൺ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ TWSൽ എനിക്കിഷ്ടപ്പെട്ട ഒരു വെറൈറ്റി സംഭവം എന്താണെന്നറിയോ, ഇവരുടെ സ്പേഷ്യൽ ഓഡിയോ. നോർമലി നമ്മൾ പാട്ട് ജസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്പേഷ്യൽ ഓഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും കേൾക്കുന്ന പാട്ട് പെട്ടെന്ന് നമ്മുടെ ചുറ്റും സ്പീക്കർ വെച്ചിട്ട് കേൾക്കുന്ന പോലെ ഒരു ഫീല് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇത് വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബട്ട് സംഭവം അടിപൊളിയാണ്. പക്ഷെ ഉണ്ടല്ലോ, ഓഡിയോയുടെ പ്രോപ്പർ ക്വാളിറ്റി അറിയണമെങ്കിൽ നമ്മൾ സൈലന്റ് ആയിട്ടുള്ള മുറിയിലിരുന്ന് പാട്ട് കേൾക്കണം എന്നാണ് പറയാറ്. ബട്ട് എപ്പോഴും നമ്മൾ മുറിക്കകത്തായിരിക്കില്ലല്ലോ. നമ്മൾ ഹോട്ടലിൽ പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം TWS യൂസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടൊരു കാര്യമാണ് ചുറ്റുമുള്ള നോയ്സ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. യെസ്, ഇതിനകത്ത് നിങ്ങൾക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുക, അപ് ടു 32 dB വരെ ഇത് നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ശരിക്കും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുമ്പോൾ ഇത് ഫീൽ ചെയ്യാം. വേണമെങ്കിൽ വീട്ടിലെ ഫാൻ ഫുൾ സ്പീഡിൽ ഓൺ ആക്കിയിട്ട് ഈ സാധനം വെച്ചിട്ട് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കി നോക്കുമ്പോൾ ആ ഒരു ഫാനിൻ്റെ സൗണ്ട് മൊത്തത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇസ് വർക്കിംഗ് എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യാനായിട്ട് ഇയർഫോൺസ് ചുറ്റുമുള്ള നോയ്സ് കേൾക്കണം. ഇതിനായിട്ട് നിങ്ങൾക്ക് താഴെ ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്, മുകളിലും ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 ഇയർഫോൺസിലും താഴെയും മുകളിലുമായിട്ട് 4 മൈക്രോഫോൺസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന് വേണ്ടി മാത്രമല്ല ഈ 4 മൈക്കുകളുണ്ട്. കോളിൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ, കോളിൽ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ടോ? വെൽ, ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി, മൈക്കിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി കേട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ എൻ്റെ ക്യാമറയുടെ മൈക്രോഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് റൂമിൽ AC ഓൺ ആണ്, ഫാൻ ഓൺ ആണ്. ഇനി ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ബോട്ട് നിർവാന ക്രിസ്റ്റലിന്റെ മൈക്രോഫോൺസിലൂടെയാണ് ഇപ്പൊ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ശബ്ദം എങ്ങനെയുണ്ട്? റൂമിലുള്ള ഫാനിന്റെ ആ ഒരു കാറ്റ് കേൾക്കുന്നുണ്ടോ? അതേപോലെ AC-യുടെ കാറ്റ് കേൾക്കുന്നുണ്ടോ? ആൻഡ് വോയിസിന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ സാമ്പിളിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. സോ നിങ്ങൾ ഓഡിയോ ക്വാളിറ്റി കേടുകയാണ്. അത്യാവശ്യം നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ടാണ് കോളുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നത്. പ്ലസ് ചുറ്റുമുള്ള നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ ENX ടെക്നോളജി ഉള്ളത് കൊണ്ട് ഈ ഒരു നോയ്സും ഈ ഒരു മൈക്കിലൂടെയും ക്യാൻസൽ ചെയ്യും. പക്ഷേ ഈ TWSന്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത് ഈ കേസ് കണ്ടില്ലേ, ഇതിനകത്ത് 480 mAh ബാറ്ററി ഉണ്ട്. സോ TWS നിങ്ങൾ ഉപയോഗിച്ചു, പാട്ട് കേട്ടു, ഫുൾ ചാർജ് ചേർത്തു, KC വെച്ചു, വീണ്ടും പാട്ട് കേട്ടു, ഫുൾ ചാർജ് ചേർത്തു, KC വെച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 100 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈം കിട്ടും. ഇനി ഇയർഫോണിലെ ചാർജ് തീർന്നു പോയി, അപ്പോൾ ചാർജ് ചെയ്യാൻ കുറേ സമയം എടുക്കുമെന്ന് വെച്ചാൽ ഇല്ല, 10 മിനിറ്റിന്റെ ASAP ചാർജിങ് ഉണ്ട്. 10 മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 220 മിനിറ്റിന്റെ പ്ലേ ബാക്ക് ടൈം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഫാസ്റ്റ് ചാർജിങ് സംഭവം ഇതിനകത്തുണ്ട്. ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ഈ സാധനം പ്ലഗ് കുത്തിയിട്ടൊന്നും അല്ല ചെയ്യേണ്ടത്. ജസ്റ്റ് ഇയർഫോണിന്റെ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ മതി. 10 മിനിറ്റ് ആയിട്ട് നിങ്ങൾ തുറന്നാൽ മതി, ചാർജ് ആയിട്ടുണ്ടാവും 220 മിനിറ്റ് കേൾക്കാനുള്ള. ഞാൻ ആദ്യം ആ EQ കസ്റ്റമൈസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി.
ഈ TWSന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ബോട്ടിൻ്റെ ഹിയറബിൾസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. സോ ബോട്ട് ഹിയറബിൾസ് ആപ്പ് iOSലും ഉണ്ട്, ആൻഡ്രോയിഡിലും ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഒരു EQ സെറ്റ് ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാം, നോയിസ് ക്യാൻസലേഷൻ ടോഗിൾ ചെയ്യാം, അങ്ങനെ പലതരം പരിപാടികളും ഇവരുടെ ബോട്ട് ഹിയറബിൾസ് ആപ്പിനകത്തുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ TWS മേടിക്കുകയാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ഫുൾ പൊട്ടൻഷ്യൽ കിട്ടാൻ. അതല്ലാതെ ഇതിനകത്ത് കണക്ടിവിറ്റി വൈസ് ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് വരുന്നത്. IP റേറ്റിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ IPX4 റേറ്റഡ് ആണ്. തുറക്കുമ്പോൾ തന്നെ ഈ ഒരു പോപ്പപ്പ് വന്ന് ഫോണുമായിട്ട് പെയർ ചെയ്യാനുള്ള ഗൂഗിളിന്റെ ഫാസ്റ്റ് പെയർ ടെക്നോളജി. ഫോൺ, ലാപ്ടോപ്പ് അങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസ് ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി. ആൻഡ് ഗെയിം കളിക്കുമ്പോൾ TWS യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ലേറ്റൻസി കുറയ്ക്കാനുള്ള ലോ ലേറ്റൻസി മോഡ് അഥവാ ബീസ്റ്റ് മോഡ് ഉണ്ട്. 60 milliseconds വരെ ലോ ലേറ്റൻസി മോഡ് കിട്ടും. സോ ഓവറോൾ ഈ ഒരു TWS ആർക്കാണ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇഫ് നിങ്ങളൊരു ബേസ് ലവർ ആണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ട്രിബിൾ മിഡ്സ് ഒക്കെ വേണം, അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം ശബ്ദത്തിൽ. സിനിമയൊക്കെ കാണുന്ന സമയത്ത് ജസ്റ്റ് ബും ശബ്ദം മാത്രം പോരാ, ഡയലോഗ് ക്ലിയർ ആയിട്ട് കേൾക്കണം. എന്നാൽ നിങ്ങൾക്ക് നല്ല നോയ്സ് ഉള്ള എൻവറോൺമെന്റിൽ നോയ്സ് ക്യാൻസൽ ചെയ്യാനും പറ്റണം. അവിടെ വെച്ച് നിങ്ങൾ കോളുകളൊക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ ആ ഒരു കോള് നല്ല ക്ലാരിറ്റിയും വേണം. ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഉള്ള കാണാനായിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കുള്ള TWS നോക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സാധനം റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് വേറൊരു കാര്യമുണ്ട്, ഈ TWSന്റെ റെഡ് കളറും ഉണ്ട്, യെല്ലോ കളറും ഉണ്ട്. ഈ രണ്ടെണ്ണവും ഫോട്ടോ കാണാൻ അടിപൊളിയാണ്. ബട്ട് സർപ്രൈസിംഗ്ലി ബ്ലാക്കും കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ക്ലാസി ആയിട്ടുള്ള ലുക്കും വരുന്നുണ്ട്. എന്തായാലും ഇതിന്റെ പ്രൈസ് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഗസ് ചെയ്തോ. എന്തായാലും ഇതിന്റെ പ്രൈസ് ബോക്സിൽ ഇട്ടിരിക്കുന്നത് ഈ കാണുന്നതല്ല ഇതിന്റെ ആക്ച്വൽ പ്രൈസ്. ഈ കാണുന്നതാണ് ഈ ഡിവൈസിൻ്റെ പ്രൈസ്. ഞാനിത് എവിടെ നിന്ന് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഇത് കുറേ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഞാൻ ആ പ്ലാറ്റ്ഫോംസിൻ്റെ പേരുകളെല്ലാം ഇവിടെ ഇട്ടേക്കാം. ഇവിടെയൊക്കെ ഈ ഒരു സാധനം മേടിക്കാനായിട്ട് കിട്ടും. സോ ഈ ഒരു TWS എനിക്ക് എന്തായാലും ഇഷ്ടമായി. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടമാവും. കാരണം ഇതിനകത്ത് കാര്യമായിട്ട് ഡ്രോബാക്സും കാര്യങ്ങളൊന്നും തന്നെ പറയാനായിട്ടില്ല. എന്തായാലും ഡിവൈസിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.